ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ സാമൂഹ്യശാസ്ത്രമാണ്. പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സാണിത്. സാമൂഹ്യശാസ്ത്രം മലയാളം മീഡിയമാണിത്. ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മൾ ആദ്യ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ. മധ്യകാല ഇന്ത്യ എന്ന പാഠത്തിൻ്റെ ഒരു ഭാഗം പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ പാർട്ട് 2 ക്ലാസ്സാണ്. മധ്യകാല ഇന്ത്യ പാർട്ട് 2 ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ തുടങ്ങുന്നത് വിജയനഗര സാമ്രാജ്യം മുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതുവരെയുള്ളത് പാർട്ട് 1ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഗൾ ഭരണാധികാരികളെക്കുറിച്ചും മുഗൾ ഭരണത്തെക്കുറിച്ചും വിജയനഗര ഭരണത്തെക്കുറിച്ചും ഉള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്റ്റഡി നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മോഡൽ ചോദ്യപേപ്പറുകൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മധ്യകാല ഇന്ത്യ നോക്കാം. അപ്പോൾ നമ്മൾ മുഗൾ ഭരണ രീതിയിൽ അവിടെ ചെറിയൊരു ഭാഗം പറയാനുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വിജയനഗരത്തിലേക്ക് പോവാം. പാർട്ട് 2 ക്ലാസ് ആണ്. മുഗൾ ഭരണ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണമാണ് താഴെ തന്നിരിക്കുന്നത്. മുഗൾ രാജ്യത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ സംസ്ഥാനം, ജില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ തട്ടായിട്ട് വരും. ഗ്രാമം എന്നൊക്കെ പറയില്ലേ, പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ താഴേക്ക് വരും. അപ്പോൾ മുഗൾ ഭരണത്തിൽ അക്ബർ രാജാവിൻ്റെ കാലത്താണ് ഭരണക്രമമൊക്കെ ഉണ്ടായത്. രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തി തന്നെയായിരുന്നു. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായിട്ട് ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരെ ഗാസിമാർ എന്നാണ് പറയുക കേട്ടോ. അവരാണ് ഈ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തി, അന്ന് രാജാവല്ല ചക്രവർത്തിയാണ്, ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. അത് ഇമ്പോർട്ടൻറ്റ്. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബാബർ എഴുതിയതാണ്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ആഗ്ര, ഫത്തേപൂർ സിക്രി ഡൽഹിയിലുള്ളത്, അപ്പോൾ ഉത്തരേന്ത്യയിലുള്ള ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതായിരുന്നു. അതേപോലെ തന്നെ നിബിഡമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അത്രയും സമൃദ്ധമായിരുന്നു അന്നത്തെ ഇന്ത്യ. ഓക്കെ, ഇനി അവിടെ നമ്മുടെ അന്നത്തെ കാലത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും ഒക്കെ അവരുടെ യാത്രാ വിവരണങ്ങളിൽ ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. അതായത് ഭൂവുടമകൾ, ഫ്യൂഡൽ ആളുകളായിരുന്നു ഭരിച്ചിരുന്നത്. അവരെന്ത് ചെയ്തു? സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനാണ് റാൽഫ് ഫിച്ച്. അയാൾ ഇന്ത്യയിലെ 2 നഗരങ്ങളെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് നമുക്ക് ആ വിവരണം വായിച്ചാൽ കിട്ടും. നിങ്ങൾ ആ വിവരണം ഒന്ന് വായിക്കുക. നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങൾ തന്നെയായിരുന്നു. അന്ന് കൃഷി ഉണ്ടായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയത് അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തൻ്റെ പുസ്തകമായ അയണി അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ അബുൾ ഫസൽ ആരായിരുന്നു ചോദിച്ചാൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു അബുൾ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. അയൻ ഇ അക്ബറി, അക്ബറിന്റെ ഉപദേശകനായതുകൊണ്ട് അയൻ ഇ അക്ബറി രചിച്ചിട്ടുണ്ട്. അക്ബർനാമ എന്ന അക്ബറിന്റെ ജീവചരിത്ര ഗ്രന്ഥവും ഇദ്ദേഹം രചിച്ചതാണ്. ഇനി നമുക്ക് കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഇന്നത്തെ രാജ്യങ്ങൾ ഇന്ന് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ധാക്ക ഇന്നത്തെ ബംഗ്ലാദേശിലാണ്, മുർഷിദാബാദ് ഇന്ത്യയിൽ തന്നെയാണ്, ലാഹോർ പാകിസ്ഥാനിലാണ്, സൂറത്ത് ഇന്ത്യയിലാണ്, ആഗ്ര ഇന്ത്യയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സാംസ്കാരിക സമന്വയം. അപ്പോൾ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയാണത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാറാ ഷിക്കോവാണ് ഈ പരിഭാഷപ്പെടുത്തിയത്. അതായത് നമ്മൾ ഈ പറയുന്ന ഷാജഹാന് രാജാവായിട്ടുള്ളൊരു മകനും കൂടെ ഉണ്ട്, ഔറംഗസീബ്. നമ്മുടെ മുഗൾ ഭരണാധികാരികൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്ന ഔറംഗസീബ് ഷാജഹാന്റെ മകനാണ്. അദ്ദേഹത്തെ കൂടാതെ ദാരാ ഷിക്കോ എന്ന് പറഞ്ഞൊരു മകനും കൂടി ഉണ്ടായിരുന്നു ഷാജഹാന്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഈ കാണുന്നത് താജ്മഹലാണ്. താജ്മഹൽ ആയിക്കോട്ടെ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇന്ത്യൻ ശൈലിയും പേർഷ്യൻ ശൈലിയും, ഈ മുഗളന്മാർ മെയിനായിട്ട് പേർഷ്യയിൽ നിന്ന് വന്നവരാണ്. പേർഷ്യൻ ശൈലിയും അതുപോലെ തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും ഈ കൺസ്ട്രക്ഷനിൽ. അതുപോലെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു ഭാഷ, ഉറുദു ഭാഷ രൂപപ്പെട്ടു ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. താജ്മഹൽ ആണ് കൊടുത്തിരിക്കുന്നത്. ആഗ്ര കോട്ടയാണ് ഈ കാണുന്നത്. ആഗ്ര കോട്ടയും വലിയ കോട്ടയാണ്. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. മുഗളന്മാരുടെ കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യം സൗത്ത് ഇന്ത്യ, ദക്ഷിണേന്ത്യ ഭരിച്ചതാണ്. അപ്പോൾ മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി മുഗൾ രാജവംശം ഭരിച്ചപ്പോൾ അതേ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരായിരുന്നു. രാജവംശങ്ങൾ നിലനിന്നിരുന്നിട്ടുണ്ടായിരുന്നു. വിജയനഗരവും ഹംപിയും. വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു ഹംപി. വിജയനഗരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിജയത്തിന്റെ നഗരം. ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മെക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. താഴെ തന്നിരിക്കുന്ന ഭൂപടം നോക്കൂ. ഈ മാപ്പിൽ ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് പണ്ടത്തെ സൗത്ത് ഇന്ത്യ. ഓക്കെ, അപ്പം നമ്മുടെ കേരളം, അതായത് വിജയനഗരം ഭരിച്ചിരുന്നത് കേട്ടോ. സൗത്ത് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യയും കേരളം കൂടെ പെടും. അതായത് വിജയനഗര രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. കർണാടക, തമിഴ്നാടു, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. കേരളം അതിൽ ഉൾപ്പെടുന്നില്ല. നെക്സ്റ്റ് വരുന്നത് വിജയനഗര രാജാക്കന്മാർ ആണ്. നമുക്ക് വിജയനഗരം ഭരിച്ചത് ഒരു രാജവംശമല്ല, 4 രാജവംശം അവിടെ ഭരിച്ചിട്ടുണ്ട്. 4 രാജവംശങ്ങളിലും ഒരുപാട് രാജാക്കന്മാർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. സംഗമ രാജവംശം, ഹരിഹരനും ബുക്കനുമാണ് രാജാക്കന്മാർ. സാലുവ വംശം, നരസിംഹ സാലുവ. തുളുവ വംശം, വീര നരസിംഹനും കൃഷ്ണദേവരായരും. അരവിഡു വംശം, തിരുമല വെങ്കിട ഫസ്റ്റ്. അങ്ങനെ 2 പേരാണ് ഭരിച്ചത്. ഹരിഹരനും ബുക്കനും, ഈ 2 പേരാണ് ശരിക്കും വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്ന
രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി കൃഷ്ണദേവരായരായിരുന്നു. 1509 മുതൽ 1529 വരെ അദ്ദേഹമാണ് ഭരിച്ചത്. അപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് കൃഷ്ണദേവരായർ. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസ എഴുതിയതാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവും ഇല്ലാതെ, ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. എപ്പോഴത്തെ വിജയനഗര സാമ്രാജ്യത്തിലത്തെ കൃഷ്ണദേവരായർ ഭരിച്ചിട്ടുണ്ടായിരുന്ന സമയമാണ് കേട്ടോ ഇത്. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും അദ്ദേഹം പണികഴിപ്പിച്ചു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് വേണം. അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് അമുക്തമാല്യതയും ജാമ്പവതി കല്യാണം കൃതികളാണ്. പിന്നെ അതുപോലെ തന്നെ അഷ്ടദിഗ്ഗജങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതരെ അറിയപ്പെട്ടിരുന്നത്. അപ്പം നമ്മൾ മുഗൾ ഭരണം പറഞ്ഞപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള ആളാരായിരുന്നു? അക്ബർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വിജയനഗര സാമ്രാജ്യം പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭനാണ് കൃഷ്ണദേവരായരാണ്. അപ്പോൾ ഇവരെ രണ്ടാളെയും താരതമ്യം ചെയ്തിട്ട് മതനയം നമ്മളൊന്ന് കുറിപ്പായിട്ട് എഴുതണം. നമുക്ക് നോക്കാം. അക്ബറും കൃഷ്ണദേവരായരും. അക്ബറും കൃഷ്ണദേവരായരും എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് പരിഗണിച്ചത്. വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നു. രണ്ട് ഭരണാധികാരികളും മതസഹിഷ്ണുതയുള്ളവരായിരുന്നു. ആളുകൾക്ക് തുല്യനീതിയും തുല്യ പരിഗണനയും ലഭിച്ചു. ബഹുസ്വരതയോടെയുള്ള ബഹുമാനം. ഇനി ഇവരുടെ ഭരണ സംവിധാനമാണ്. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ ഇവർ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചു. മണ്ഡലങ്ങൾ പ്രവിശ്യകളാണ്, നാടുകൾ ജില്ലകൾ, സ്ഥലം ഉപജില്ലകൾ ഇങ്ങനെ വിഭജിച്ചു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അപ്പീൽ അധികാരി ആരാണ്? രാജാവാണ്. ഏറ്റവും മുകളിൽ രാജാവ് തന്നെയാണ്. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. ആരാ നായകന്മാർ, അമരനായകന്മാർ നോക്കാം. സൈനിക മേധാവികളാണ് അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അവിടുത്തെ മാൻസബ്ദാർമാരെ പോലെ കേട്ടോ. നമ്മൾ മുഗൾ ഭരണം പഠിച്ചപ്പോൾ മാൻസബ്ദാർ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാൻസബ്ദാരി സിസ്റ്റം, മാൻസബ്ദാരി അത് പഠിച്ചതില്ലേ? അതേപോലെയാണ് ഇവിടെ അമരനായകന്മാർ വരുന്നത്. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ മാൻസബ്ദാരി, അമരനായക സമ്പ്രദായങ്ങൾ താരതമ്യം ചെയ്ത് എഴുതണം. നമുക്കതൊന്ന് നോക്കാം. മാൻസബ്ദാരി സമ്പ്രദായം മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥന്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിന് അനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഈ ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചാണ് അവർ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്.
ഇനി അമരനായക സമ്പ്രദായം. വിജയനഗരത്തിലെ സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. ഇനി സമ്പന്നരുടെ ഇടയിൽ അന്ന് ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം ഉണ്ടായിരുന്നു. സതീ സമ്പ്രദായമൊക്കെ അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്താ ചോദിച്ചാൽ വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാനങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായിട്ടും വ്യാപാരമുണ്ടായിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാരെയാണ് കുതിരച്ചെട്ടികൾ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്നത് ഹസാര രാമക്ഷേത്രമാണ്, ഹംപിയിലെ വിത്തലസ്വാമി ക്ഷേത്രം ഹംപി. അപ്പൊ അവരുടെ ഒരു നിർമ്മാണ ശൈലി ഇങ്ങനെയുള്ളതായിരുന്നു. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിനു വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം എല്ലാ മേഖലകളിലും അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായത്. കൃഷ്ണദേവരായരെ പോലെ രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് കൂടുതലായിട്ടും അന്ന് പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാണാലോ, ഈ കാണുന്ന ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. അതേപോലെ വിരൂപാക്ഷ ക്ഷേത്രമാണ് കാണിച്ചിരിക്കുന്നത്. ലോട്ടസ് മഹൽ ഹംപിയും കാണിച്ചിട്ടുണ്ട്. എല്ലാം ഗോപുരങ്ങൾ പോലെയാണ്. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് അന്ന് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ചാപ്റ്റർ വരുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഇനി നിങ്ങൾക്ക് തുടർ പ്രവർത്തനങ്ങളാണ്. തുടർ പ്രവർത്തനങ്ങളിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഈ മുഗൾ ഭരണം, വിജയനഗര ഭരണത്തിൻ്റെയും പൊതു സവിശേഷതകളാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയി ചെയ്യാനുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആൽബം തയ്യാറാക്കാനും സെമിനാറും ഒക്കെയാണ്. സെമിനാർ വേണ്ടവർ സെമിനാർ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെമിനാറിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. അത് നമ്മളുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് തന്നാൽ അത് വർക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെമിനാർ വേണമെന്നുള്ളവർ അങ്ങനെ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. സെമിനാറിൻ്റെ ക്ലാസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കും. നെക്സ്റ്റ് വരുന്നത് മുഗൾ വിജയനഗര ഭരണ സമ്പ്രദായങ്ങളുടെ പൊതു സവിശേഷതകൾ താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുകയാണ്. മുഗൾ ഭരണം, രാജവാഴ്ച, മൻസബ്ദാരി, അതുപോലെ വിജയനഗരത്തിൽ അമരനായക സമ്പ്രദായമാണ്.
ഇവിടെ അവിടെ മതസഹിഷ്ണുത ഉണ്ടായിരുന്നു. ഉറുദു ഭാഷയുടെ വികാസം വിജയനഗരത്തിൽ സംസ്കൃത ഭാഷയുടെ വികാസമാണ്. ഇൻഡോ പേർഷ്യൻ നിർമ്മാണ ശൈലി വിജയനഗര ഭരണത്തിൽ ദ്രാവിഡ നിർമ്മാണ ശൈലി. മുഗൾ ഭരണകാലത്ത് വിവിധ മേഖലകളിൽ ഉണ്ടായ സമന്വയത്തെ സംബന്ധിച്ച് ചിത്രങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരണം നടത്തുക. ഇത് നിങ്ങൾക്കുള്ളതാണ്, ചിത്രങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ മധ്യകാല ഇന്ത്യയുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. എല്ലാത്തിനും വ്യക്തമായ മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.